ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചിട്ടാണ്. എൻ്റെ പിന്നിൽ ഒരു പന്തലുണ്ട്. ഈ പന്തല് ശരിക്കും പറഞ്ഞാൽ ഇന്നലെയൊക്കെ നിലം പൊത്തി കിടക്കുകയായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ അതിൻ്റെ പന്തലിലെ എല്ലാ കാര്യങ്ങളും മാറ്റി ഒരിടത്തിട്ടിട്ട് എല്ലാം വൃത്തിയാക്കി ഈ പന്തലിനെ ഒന്ന് ഉയർത്തി വെച്ചത്. ഒരുവിധപ്പെട്ട എല്ലാ പന്തലും നല്ല കാറ്റത്ത് ഒടിഞ്ഞു. ഇവിടെ കുറേ പന്തലുകൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു 3-4 പന്തല് നല്ല കാറ്റത്ത് ഒടിഞ്ഞു വീണു. നല്ല മഴയോടൊപ്പം വളരെ വേഗതയിലുള്ള കാറ്റ് അത് ചുഴറ്റി അടിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് വീഴുമ്പോൾ നമ്മുടെ ഉള്ളൊന്ന് കാളും. കാരണം അത്രയും നിറഞ്ഞ് ഇലച്ചാർത്തുകൾ നിറഞ്ഞ് പൂ വിരിഞ്ഞ് കാ ഉണ്ടായിക്കൊണ്ടിരുന്ന പന്തലുകളാണ്. അതിൽ പയർ പന്തൽ വീണു, അതുപോലെ പടവലത്തിൻ്റെ പന്തൽ വീണു, കുമ്പളത്തിൻ്റെ പന്തൽ വീണു, ഒന്നും അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞി കോവലിൻ്റെ പന്തൽ വരെ വീണു. അപ്പോൾ ഇതിൻ്റെ മുന്നൊരുക്കമായിട്ട് നമ്മൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഇടയ്ക്ക് മുട്ടൊക്കെ കൊടുത്ത് നമ്മുടെ മുളയുടെ മുട്ടൊക്കെ കൊടുത്ത് ശരിക്കും പറഞ്ഞാൽ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്, അത് ബലം ആക്കിയിട്ടുണ്ടായിരുന്നു പന്തലുകൾ. എന്നിരുന്നാലും ഇതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാലാവസ്ഥകൾ മാറുമ്പോൾ, പ്രതീക്ഷിക്കാത്ത സമയത്ത് മഴ വരുമ്പോൾ നമുക്ക് മുന്നൊരുക്കം എന്ന നിലയിൽ ആ മുന്നൊരുക്കങ്ങൾ പര്യാപ്തമല്ലാതെ വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ്. ഇനി അടുത്ത വർഷം കുറച്ചുകൂടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കുറച്ച് പാഠങ്ങൾ. നഷ്ടങ്ങളുണ്ട്, നമ്മുടെ ജോലിക്കൂലിയുടെ നഷ്ടമുണ്ട്, അത്രയും നാള് നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന ഒരു വിലയുടെ നഷ്ടമുണ്ട്. പൊതുവേ എനിക്ക് വ്യക്തിപരമായിട്ടും അതേപോലെ തന്നെ പ്രൊഫഷണൽ പരമായിട്ടും നമ്മൾ ചെയ്യുന്ന ആ ജോലിയുടെ ഒരു അവസ്ഥകൾ അറിഞ്ഞിട്ടും എനിക്ക് സത്യത്തിൽ ഇഷ്ടം എന്ന് പറയുന്നത് ഇരുമ്പിന്റെ പന്തൽ ഉണ്ടാക്കുക എന്നാണ്. കോൺക്രീറ്റ് ഇതിൽ കുഴിച്ചിട്ട് ഇരുമ്പിന്റെ പന്തൽ. പക്ഷെ ഞങ്ങൾക്ക് തന്നെ ഇഷ്ടം പോലെ മുളകളുണ്ട്. മുള നമ്മൾ ഇവിടെ ചുറ്റും വേലിയിൽ മുളയാണ് നട്ടുപിടിപ്പിച്ചേക്കുന്നത്. മുളയുള്ളത് കൊണ്ട് തന്നെ ഒരു ചെറിയ മടിയാണ്, മുള വെച്ചങ്ങ് ചെയ്താൽ പോരെ, എന്തിനാണ് കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു സാമ്പിള് പോലും നമ്മുടെ ഇരുമ്പിന്റെ പന്തല് ഫീൽഡില്, കടയുടെ മുന്നിൽ ഒരു ഇരുമ്പ് പന്തലുണ്ട്, ഒരു കുലുക്കോ ഇല്ലാതെ അവിടെ നിൽപ്പുണ്ട്. അതിൽ നിറയെ കാര്യങ്ങൾ നെയ്ക്കുമ്പോഴൊക്കെ പടന്ന് വലുതായിട്ട് ഒരു പ്രശ്നമില്ലാതെ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ കുറേശ്ശെ ആയാലും സ്ഥിരമായിട്ടുള്ള ഇരുമ്പ് പന്തല്, നല്ല പന്തലുകൾ ഇടാനുള്ള ഒരു തീരുമാനം. നമ്മൾ എന്ത് പ്രതിസന്ധികളെയും കുറച്ചെങ്കിലും ഒരു പോസിറ്റീവായിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ, ക്രിയാത്മകമായിട്ട് കണ്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് കരഞ്ഞു തീർക്കാനേ പറ്റത്തുള്ളൂ. അയ്യോ അയ്യോ എന്ന് വിളിച്ച് കരഞ്ഞു തീർക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അയ്യോ അയ്യോ വിളിക്കുന്നതിൻ്റെ അപ്പുറം നമുക്ക് നല്ല ചുവടുകൾ, കുറച്ചുകൂടെ തല മണ്ട നന്നായിട്ട് നമ്മളൊന്ന് ബ്രെയിൻ സ്ട്രോം ഒക്കെ ചെയ്ത് തലയിൽ കുറച്ചുകൂടെ നമ്മളൊന്ന് തലയൊക്കെ പിടിച്ച് കുലുക്കി ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് പുതിയ രീതിയിൽ എങ്ങനെയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിലുള്ള ഒരു ഈ വലിയ കാറ്റിനെയും വലിയ മഴയും ചെറുത്ത് നിൽക്കുന്ന രീതിയിലുള്ള പന്തലുകളെ നമുക്ക് നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പൊ താൽക്കാലികമായിട്ട് മുളയൊക്കെ വെട്ടി നമ്മൾ കൊണ്ടിട്ടിട്ടുണ്ട്. വീണ്ടും മുളപ്പന്തലാണ് ഇവിടെ കയറുന്നെങ്കിലും ഇനി വേനൽക്കാലത്തിനോട് അടുക്കുമ്പോൾ ഈ പ്രാവശ്യം ഇതിങ്ങനെ പോട്ടെ. കാരണം പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് കാശൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ താൽക്കാലികമായിട്ട് അതിനെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ജനുവരി ഫെബ്രുവരി മാസം കുറച്ചുകൂടെ സാമ്പത്തികമായിട്ടുള്ള ആസൂത്രണങ്ങളൊക്കെ നടത്തി ഒരു 2-3 സ്ഥിര ബലമുള്ള പന്തല് ഇരുമ്പിന്റെ ചെയ്യണമെന്നും അതിനുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണമെന്നും കുറച്ച് ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ഒക്കെ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, വീഴ്ചകൾ ഉണ്ടാവും. ആ വീഴ്ചകളിൽ നിന്ന് നമ്മൾ പൊങ്ങി വരുമ്പോൾ അടുത്തതെന്ത്, എങ്ങനെയാണ് അതിനെ
നമ്മൾ നേരിടേണ്ടത് എന്നുകൂടി നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തിനനുസൃതമായിട്ടും നമ്മുടെ സാമ്പത്തിക, സാങ്കേതിക, സാമൂഹികമായിട്ടുള്ള അവസ്ഥകൾക്ക് അനുകൂലമാകുന്ന രീതിയിലും എങ്ങനെ നമുക്ക് നമ്മുടെ വീഴ്ചകളിൽ നിന്ന് കരകയറാമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. അതിനുള്ള ഗവേഷണം എല്ലാം നമ്മൾ നടത്തിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. ഒരുപാട് വീഡിയോ ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് കർഷകരുടെ കൃഷിയിടത്തിൽ വെള്ളം കയറിപ്പോയി, അതേപോലെ തന്നെ കാറ്റത്ത് വാഴ ഒടിഞ്ഞു വീണത്, അങ്ങനെയൊക്കെ ഒത്തിരി അവസ്ഥകൾ. അപ്പോൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ചിന്തിച്ച് നന്നായിട്ട് ബുദ്ധി ഉപയോഗിക്കുക. നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടണമെങ്കിൽ അങ്ങനെ നടക്കുള്ളൂ. പിന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ വലിയ കുഴപ്പം സംഭവിച്ചില്ല. കാരണം ഞാൻ വെള്ളത്തിന് കടന്നു പോകാൻ രീതിയിലുള്ള ഓവുചാലുകളും അതോടൊപ്പം തന്നെ കുളങ്ങളും ഒക്കെ നിർമ്മിച്ച് കുറേ കാലമായിട്ട് ഒരു പണിയാണത്. ഒരു 10-15 വർഷമായിട്ട് ഞാൻ ആദ്യമേ ചെയ്ത ഈ കൃഷിയിടം നമ്മൾ ഒരുക്കുന്ന സമയത്തെ ചെയ്ത് തുടങ്ങിയ ഒരു പണിയാണിത്. കുളങ്ങൾ കുത്തുന്നതും അതുപോലെ തന്നെ വെള്ളം ഒഴുകി കുളങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള നീർച്ചാലുകൾ ഒഴിക്കുന്നതും. ഇനി നമ്മൾ നീർമറി വികസന പദ്ധതി എന്നുള്ള രീതിയിലൊക്കെ പറയും. കോളേജിലൊക്കെ അഗ്രികൾച്ചറിൽ വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാം, എങ്ങനെയാണ് വെള്ളത്തെ നമ്മൾ മാനേജ് ചെയ്ത് ഒഴുകിപ്പോണത് ഒഴുകാനും റിസർവ് ചെയ്തതിനെ ചെയ്യാനും എന്നൊക്കെയുള്ള പഠനങ്ങൾ നടത്തിയതിൻ്റെ കുറച്ച് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പലയിടത്തായിട്ട് ഇങ്ങനെ കുളങ്ങൾ കുഴിച്ച് അതിനകത്ത് മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അസോള കൃഷി ചെയ്യുന്നുണ്ട്, കോഴിക്കുള്ള തീറ്റയായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ബുദ്ധിപൂർവ്വം നമ്മുടെ വിഭവങ്ങളെ ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഇതുപോലുള്ള അവസരങ്ങൾ വരുമ്പോൾ വിഷമിക്കാതെ അടുത്തത് എന്താണെന്ന് ചിന്തിക്കാനും തയ്യാറാകണമെന്ന് എളിമയായിട്ട് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നാളുകളെ പ്രതിസന്ധികൾ വരാനിരിക്കുന്ന നാളുകളെ നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ എന്ത് വിഷമം വന്നാലും അതിനെ ഉൾക്കൊരുത്തോടെ നേരിടാനും ഒരു ചെറിയ പുഞ്ചിരിയോടെ ഹാർട്ട് അറ്റാക്ക് ഒന്നും വരാതെ BP ഒന്നും കൂടാതെ വിഷമിക്കാതെ നമുക്ക് നേരിടാൻ കഴിയും. സ്നേഹം, സന്തോഷം, നന്മകൾ.